ഞാൻ വിശ്വസിച്ചു പോയി. അല്ലാതെ അറിഞ്ഞോണ്ടല്ലോ. അവനെ ഞാൻ ശരിക്ക് പോയെന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലേ. അവരോട് കളിച്ചാൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. നമുക്ക് നോക്കാം. അടയാർ പാർക്ക്. ചിലപ്പോ നമ്മുടെ ഭാഗ്യം ഈ പെട്ടിക്കകത്തായിരിക്കും. ആദ്യം നമുക്ക് ഈ വേഷം ഒന്ന് കളയാം. 100-200 രൂപ ഇങ്ങനെയും കളഞ്ഞു. Good morning, sir. Can I help you? Help? No, yes. See, we need a suite. Yes. Before that, will you please direct us to the toilet? Sure. That way, sir. That way. Thank you. Thank you. Yes. Come in. അവരെത്തിക്കഴിഞ്ഞു. ആര്? അറബി വേഷക്കാർ, സിഐഡികൾ. എവിടെ? അവിടെ റിസപ്ഷനിൽ. അവര് നിങ്ങളെ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളെ എന്തിനു ഇങ്ങോട്ട് കെട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണോ? അവർ നമ്മുടെ താവളം അന്വേഷിച്ച കാര്യം അറിയിക്കണ്ടേ? വേണ്ട. ഇപ്പൊ ഞാൻ പിടിക്കപ്പെടാനുള്ള ഏക മാർഗം നിങ്ങളാണ്. Get out. പിടിക്കപ്പെട്ടാൽ അനന്തൻ നമ്പ്യാരെന്നുള്ള പേര് ശബ്ദിച്ചു പോരും. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ CID-മാരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. യെസ് സർ. Go away and save me. നീ കഥടയ്ക്ക്. ഓ, രൂപ തന്നെയല്ലേ? മഞ്ഞ തുണി. ഇല്ലേ? അയ്യോ, രൂപയൊന്നുമില്ല. ഇതെന്തോന്ന്? വല്ല വിഷമാണെന്ന് നോക്ക്. കലക്കി കുടിച്ചങ്ങ് ചത്ത് കളയാം. എന്തോന്ന്? ഉപ്പാ? അതെ, നമ്മൾ കടലിൽ ഉപ്പ് വെള്ളത്തിൽ നീന്തുന്ന കണ്ടപ്പോ അവന്മാര് വിചാരിച്ചു കാണും നമുക്ക് ഉപ്പ് വലിയ ഇഷ്ടമായിരിക്കും എന്ന്. കുറച്ച് തിന്നാ. ആദ്യം നീ തിന്ന്. എനിക്ക് ദേഷ്യം വന്നിട്ടില്ല, ഞാൻ വല്ലതും ചെയ്തു. ഓ, ഇത് മയക്കുമരുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. മയക്കുമരുന്നോ? നിന്നെ എന്നെ മയക്കിയിട്ട് അവന്മാർക്ക് എന്താ നേട്ടം? നീ ഒന്ന് ചിലക്കാതിരിക്കുന്നുണ്ടോ? ഇതോടെ നമ്മുടെ കച്ചവടം തീരും. ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവൻ നമ്മുടെ കൈ വന്നതാ. ഇവൻ നമ്മളെ കൊണ്ട് കൊലച്ചോറ് തീറ്റിക്കും. വിലപിടിപ്പുള്ള വല്ല മരുന്നുവാണെങ്കിൽ നമുക്കിതങ്ങ് വിൽക്കാം. നല്ലത്. പെട്ടിയും തുറന്നു വെച്ച് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്നിരുന്ന് വിളിച്ചു പറയാം, മയക്കുമരുന്ന് വിൽക്കാനുണ്ടോ, ഓടി വരൂ എന്ന്. നേരെ തൂക്കിയെടുത്ത് ഓടിട്ട കെട്ടിടത്തിനകത്ത് കൊണ്ടിരുത്തും. അത് തന്നെ നല്ലത്. ബാങ്കുകാരെ പറ്റിച്ചേ പശുവിനെ കൊണ്ട് കാളച്ചന്ത വിൽക്കുന്ന പോലെ അല്ല. നിരപരാധിത്വം തുറന്നു പറഞ്ഞ് നമുക്കിത് പോലീസിൽ ഏൽപ്പിക്കാം. അതാ നല്ലത്. യോ, come in. What the hell are you doing inside? What do you look at? We just My always open on Yes, nonsense. sorry. Idiot. ഈ CID-കൾ ചില്ലറക്കാരല്ല. മിനിറ്റ് വെച്ച് വേഷം മാറുകയാണ്. ഇനി എന്തും സംഭവിക്കാം. എന്റെ കർത്താവേ.
മലയാളികളാണല്ലേ? അതെ അതെ. യോ, സാറ് മലയാളിയാണോ? സാർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കടപ്പുറത്ത് നടക്കാൻ പോയപ്പോ രണ്ടുപേരും ഈ പെട്ടിയും കൈ തന്നിട്ട് ഓടിക്കളഞ്ഞു. അത് ഈ സാറിനോട് പറഞ്ഞിട്ട് സാർ വിശ്വസിക്കുന്നില്ല. സാർ, ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. അവിശ്വാസം കൊണ്ടല്ല, പോലീസ് പിടിക്കുമെന്നായപ്പോൾ സ്വമേധയാ കീഴടങ്ങിയതാവാനും വഴിയുണ്ടല്ലോ. എന്നാ പിന്നെ സാറ് ഞങ്ങളെ അകത്താക്കിയിട്ട് തല്ലിക്കോ. ഇക്കാലത്ത് ഒരു നല്ല കാര്യം ചെയ്താൽ അതാണല്ലോ പ്രതിഫലം. സി മിസ്റ്റർ വിജയൻ, ഐ ആം ദാസ്, രാംദാസ്. സി മിസ്റ്റർ ദാസൻ, ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗ്രേറ്റ്ഫുൾ ടു യു. പക്ഷേ നിയമത്തിന്റെ ഫോർമാലിറ്റീസിൽ നിന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ രണ്ടുപേർ മാത്രമാണ്. അയ്യോ, അപ്പൊ സത്യസന്ധതയ്ക്ക് ഇവിടെ യാതൊരു വിലയില്ലേ സാർ? ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വരുത്തിയാൽ മതി. സാറ് തന്നെ ഞങ്ങളെ ജാമ്യത്തിലെടുത്താൽ മതി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സാർ, ഇവിടെ ഞങ്ങൾക്ക് ആരും പരിചയമില്ല സാർ. നിങ്ങൾ അപ്സെറ്റ് ആവാതെ ആലോചിച്ച് നോക്ക്. ഈ മദ്രാശിയിൽ എത്രയോ മലയാളികളുണ്ട്. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ, ഒരു നാട്ടുകാരൻ. നാട്ടുകാരെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും മേൽവിലാസമില്ല. മേൽവിലാസം ഇല്ലാത്ത നാട്ടുകാരാണ് അധികവും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും കിട്ടുന്നതുവരെ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കേണ്ടി. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ആ പെട്ടി വല്ല കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞാൽ പോരായിരുന്നോ? രാഷ്ട്ര സേവനത്തിൽ ഇറങ്ങിയിരിക്കുന്നു. സാർ, സാർ, എന്റെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ആൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ടാക്സി ഡ്രൈവറായി. പുത്തൻപുരയ്ക്കൽ ബാലൻ, പി ബാലൻ. ഓഹോ, ടാക്സി ഡ്രൈവർ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ കാര്യം ഉറപ്പായി. അവര് സിഐഡികൾ തന്നെ. ഇൻസ്പെക്ടറെ കൂട്ടി നമ്മളെ അന്വേഷിച്ചറിയിരിക്കുക. എന്റെ കർത്താവേ, നമ്മളെ കണ്ടെന്നാ തോന്നുന്നേ. ശീഘ്രം മതിയപ്പാ. 57 സീറ്റാണ് ആകെ ഫലം പ്രഖ്യാപിച്ചത്. അതിൽ 43 ഇടത് മുന്നണി. എന്താ അവരുടെ കുറിച്ചുകയറ്റം? ശീഘ്രം പോ. നമ്മളെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. തിരിഞ്ഞു നോക്കാം. വണ്ടി വേഗം വിടൂ. വണ്ടി വിടൂ. വരൂ, നമുക്കൊരു ഫോളോ ചെയ്യാം. എങ്ക പോണം? എങ്കയാவது പോ, ശീഘ്രമാ. இடத்துக்கு பேர் இல்லையா? ചിന്താഗിരി പേട, ശീഘ്രം പോ. ഒന്ന് തിരിഞ്ഞു നോക്കാം. വണ്ടി വേഗം വിടൂ. എന്താ ഇത്ര തിരക്ക്? വല്ലവന് കാറ്റ് പോയോ? എന്റെ കർത്താവേ, സ്പീഡ് പോരാ. ഒന്ന് വേഗം വിടൂ. അതെ, ഇത്തിരി പ്രായ കൂടുതലുള്ള വണ്ടിയാ. ചെറുപ്പക്കാരെ പോലെ അത്ര പെട്ടെന്ന് ഓടാൻ പറ്റില്ല. വലത്തോട്ട് തിരിക്കും. വലത്തോട്ട്. എടുത്തോട്ട് തിരിക്കണം. ആദ്യം നിങ്ങൾ തീരുമാനത്തിലെത്. ഒരു ചിന്താതിപ്പെട്ടെങ്കിൽ വഴിയല്ലോ. തന്നോട് വലത്തോട്ട് തിരിഞ്ഞു പോരാ പറഞ്ഞത്. ആ ഭീഷണി സ്പീഡ് പോരാ. ഒന്ന് വേഗം. സ്പീഡ് പോരെങ്കിൽ വേറെ വണ്ടി വിളിച്ച് പോടോ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞങ്ങൾ അവസാനിപ്പിച്ചാലേ. അത് ശരി, അത്രയ്ക്കായോ? എന്നാ അവസാനിപ്പിക്കണം. ബാലേട്ടാ, 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 താൻ ആരാ? ബാലേട്ടൻ എന്നെ ഓർമ്മയില്ലേ? ബാലേട്ടന്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള നാരായണൻകുട്ടിയുടെ മോൻ. നാരായണൻകുട്ടിയുടെ മകൻ ദാസനോ? രാമദാസനോ? ഇവ ഓർമ്മയില്ലേ? ബാലേട്ടന്റെ വീട്ടിലെ വെള്ളം കോരാനുള്ള തൊട്ടി കിണറ്റിപ്പോയപ്പോ ഞാൻ വന്ന് എടുത്തു തന്നത്. എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാനും എടുത്തു തന്നത് ബാലേട്ടാ. എന്റെ ബാലേട്ടാ, ബാലേട്ടാ. എനിക്ക് പാര വെച്ചിട്ടുള്ളത് അധികവും മലയാളികൾ തന്നെയാ. ആദ്യമൊക്കെ മലയാളം സംസാരിക്കുന്നവരെ കണ്ട സ്വർഗം കിട്ടിയത് പോലെയായിരുന്നു. ഇപ്പോ മലയാളി എന്ന് കേട്ടാ മനുഷ്യന് പേടിയാവുക ചെയ്യണേ. ഏത് വഴിക്കാ മലയാളി പാരാൻ നെഞ്ചത്ത് കുത്തനെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളങ്ങനെ. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവെ പറഞ്ഞതാ. പിടിച്ചുപറിക്കാരൻ, കത്തിക്കുത്ത് കേസുകാരൻ, പെമ്പിള്ളേരെ പഴപ്പിച്ച് നാട് വിടുന്നവൻ, ഇങ്ങനെയുള്ള എല്ലാ അലവലാതി മലയാളികളും കള്ളവണ്ടി കയറി ഇങ്ങ് പോരും. അവരുടെയൊക്കെ തറവാടാണല്ലോ മദിരാശിപ്പട്ടണം. ബാലേട്ടാ, ഞങ്ങളുടെ കാര്യമല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. സെൻട്രൽ സ്റ്റേഷൻ ചെന്നാ കാണാം
കള്ളലക്ഷണമുള്ള മോന്ത, കയ്യിലൊരു എയർ ബാഗ്, ദിവസേന ജാഥയല്ലേ? ബാലേട്ടാ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറഞ്ഞതാ. ഈ പൊതുവേ പറഞ്ഞത് മതി. ഞങ്ങൾ ഒരുത്തിയും പിഴപ്പിച്ചിട്ടില്ല, ആരുടെയും പിടിച്ചു പറിച്ചിട്ടില്ല. ഞാൻ നിന്നെ പറ്റി എന്നെ പറഞ്ഞേ അതിന്? ഇല്ല ബാലേട്ടാ, ബാലേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു. അത് ചുമ്മാ, നാട്ടിലൊക്കെ ബാലേട്ടന് ഊക്കം പേരാ. ഞങ്ങള് ബാലേട്ടനെ പുകഴ്ത്താത്ത ഒറ്റ ദിവസം പോലും ഇല്ല, അല്ലടാ? മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടന് ഇത്രയും എടുക്കില്ലേ? ഞാൻ പിടിക്കാം. വേണ്ട, ഇതുവരെ ഞാൻ തന്നെയല്ലേ പിടിച്ചത്. വേണ്ട വേണ്ട വേണ്ട. லட்சுமி, ஏன் இவ்வளவு லேட்டு? பசங்க தூங்கியாச்சா? இவங்கெல்லாம் யாரு? உனக்கு தெரியாது, ஊரில் இருந்து வந்திருக்கேன். வா. எதுக்கு? அப்புறம் விவரமாய் சொல்றேன், நீ சாப்பாடு எடுத்து வச்சுட்டு. ദാ. അപ്പൊ സത്യമാണ് കേട്ടത്. എന്ത്? ബാലേട്ടന്റെ ഭാര്യ ഒരു തമിഴത്തിയാണെന്ന് നാട്ടി വെച്ച് കേട്ടപ്പം വിശ്വസിച്ചില്ല. ആ, എന്താ കുഴപ്പം? എനിക്ക് മലയാളികളായിട്ട് ഒരു ഇടപാടില്ലെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ? ലവ് മാരേജ് ആണല്ലേ? എന്ത് മേരേജിനാവട്ടെ, നിങ്ങൾ അടുത്ത പരിപാടി എന്താ? നാളെ തന്നെ സ്ഥലം വിടല്ലേ? ഇത് ബാലേട്ടന്റെ സ്വന്തം വീടല്ലേ? നല്ല സൗകര്യം, ഒരു 5-8 ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം, അല്ലടാ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. சாப்பிட்டு வாங்க. അതെ. വാ. നാളെ കാലത്ത് 11:15 ഒരു വണ്ടിയുണ്ട് നാട്ടിലേക്ക്. കിടന്നോ, കാലത്ത് വിളിക്കാം. ബാലേട്ടാ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ബാലേട്ടാ, അത് വെറുതെ മനുഷ്യനെ തൊന്തരപ്പെടുത്തല്ലേ. ബാലേട്ടാ, വേറൊരു ആശ്രയം ഇല്ലാത്തോണ്ടാ. അച്ഛൻ മരിച്ചേ പിന്നെ സ്ഥിതിയൊക്കെ വളരെ മോശമായി. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കിടപ്പാടം വരെ അമ്മയ്ക്ക് വിൽക്കേണ്ടി വന്നു. എന്നെങ്കിലും ഞാനൊരു കര പറ്റുമെന്ന് പാവ അമ്മ വിചാരിച്ചു. ബാലേട്ടനറിയോ, ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ അനാഥയെ പോലെ കഴിയ എൻ്റെ അമ്മ അറബിക്കഥകളിലെ രാജകുമാരനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാൻ അവിടെ ചെല്ലുമെന്ന അമ്മയുടെ വിചാരം. മടുത്ത് ബാലേട്ട. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി, വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. അത്രയുള്ള എൻ്റെ ആശ. പോയി കിടന്നുറങ്ങ്. ഏതായാലും നേരം വിളിക്കട്ടെ. പട്ടിണി കിടന്നിട്ടുണ്ട്, വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പുത്തമ്പുരയ്ക്ക് ബാലൻ ഒരുത്തന്റെ കാല് പിടിച്ചിട്ടില്ല, അറിയോ? കാശും പണവും ഇല്ലെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ അതുകൊണ്ട് ബാലനൊരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അത് കളയാൻ പോവാ. 5-10 കൊല്ലം മുമ്പുള്ള കഥയാ. മദനാന്തകത്തൊരു സവാരി പോയിട്ട് രാത്രി കാർ ഓടിച്ചു വരികയായിരുന്നു. നേരം വൈകിയത് കൊണ്ട് റോഡിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ലാൻഡ് മാസ്റ്ററാ. ഹെഡ്ലൈറ്റിന് സൂര്യന്റെ വെളിച്ച. ദൂരെ നിന്ന് എന്നെ കണ്ടു. തവിട് പൊടിയായി കിടക്കുന്നു ഒരു ഫോർഡ് കാറ്. ഞാൻ വണ്ടി നിർത്തി. നോക്കിയപ്പോ ഓവുചാലിലൊരു മനുഷ്യൻ ഊർദ്ധശ്വാസം വലിക്കുക. ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ അയാളെ വലിച്ചു വണ്ടിക്കകത്ത് ഇട്ടു. പിന്നെ 100 മൈൽ സ്പീഡിൽ ഒറ്റ പോക്ക. 10 മിനിറ്റ് കൊണ്ട് ജനറാസ്പത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ആള് കാഞ്ഞു പോയി കാണും അല്ലേ? ദാസ, ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. എടാ, ആ മനുഷ്യനെ കാണാൻ നമ്മളിപ്പോ പോകുന്നത്.